പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വിശുദ്ധ യൗസേപ്പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. മെയ് 1 സഭ എല്ലാ തൊഴിലാളികളുടെയും മധ്യസ്ഥനായിട്ട് വിശുദ്ധ യൗസേപ്പിതാവിനെ വണങ്ങുന്നു. നമുക്കറിയാം, ദൈവം പറഞ്ഞു പുരുഷനോട്, നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കും. അത് ഒരു ശാപമായിട്ട് കാണേണ്ട ഒരു വചനമല്ല. ദൈവം അധ്വാനത്തെ അനുഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? ഇവൻ തച്ചൻ്റെ മകനല്ലേ? പ്രിയപ്പെട്ടവരെ, തച്ചൻ്റെ മകൻ, ഇവൻ ജോസഫിൻ്റെ മകനല്ലേ? തച്ചൻ്റെ മകനല്ലേ? യേശു അറിയപ്പെട്ടത് തച്ചൻ്റെ മകൻ എന്നതാണ്. നമുക്കറിയാം, ഒരു യഹൂദ അപ്പൻ്റെ ദൗത്യമാണ് മകനെ ഒരു ട്രേഡ്, ഒരു ജോലി പഠിപ്പിക്കുക എന്നത്. യേശു ചെയ്തിരുന്ന ജോലി എന്താണ്? യേശു എന്തെങ്കിലും ജോലി ചെയ്തിരുന്നുവോ? യേശു 30 വയസ്സുവരെ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? അങ്ങനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 6-ാം അധ്യായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 6:3 ഇങ്ങനൊരു വചനം പറയുന്നുണ്ട്: ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരൻ അല്ലേ? ആ വചനം ശ്രദ്ധിക്കുക. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരൻ അല്ലേ? പ്രിയപ്പെട്ടവരെ, യേശു മരപ്പണി ചെയ്തിരുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട് ആ സുവിശേഷ ഭാഗം. ഇവിടെ നമ്മൾ മനസ്സിലാക്കി വരുന്നൊരു കാര്യം ഇതാണ്. ഈശോ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 5:17, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഈശോ വചനത്തിൽ പോലും പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഉൽപ്പത്തി മുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അധ്വാനത്തെ ദൈവം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജോസഫ് അധ്വാനിച്ചത് എന്ന് വെച്ചാൽ യേശുവെന്ന രക്ഷ വളർന്നത് ജോസഫിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. യേശുവെന്ന ദൈവപുത്രന് വേണ്ടി അധ്വാനിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജോലി, അതൊരു മരപ്പണി, ഒരു തച്ചൻ്റെ പണിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുക. അപ്പോഴാണ് അധ്വാനം രക്ഷാകരമാകുന്നത്. എൻ്റെ വീട്ടിലെ ജോലി, എൻ്റെ കുടുംബത്തിലെ ജോലി, വരുമാന മാർഗം, അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക, അത് ദൈവത്തോട് ചേർത്ത് വയ്ക്കുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലെ ജോലി, ബിസിനസ്, വരുമാന മാർഗം, അധ്വാനം, ഏത് ജോലിയുമാകട്ടെ, ഏത് ജോലിയും ഒരു തച്ചൻ്റെ ജോലി ചെയ്താണ് ഒരു കുടുംബത്തെ യേശുവെന്ന രക്ഷ വളർന്നത്. എന്ന് വെച്ചാൽ എത്ര ചെറിയ ജോലിയാണെങ്കിലും അത് ദൈവത്തോട് ചേർന്നാകുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമാകും. എത്ര ചെറിയ ജോലിയാണെങ്കിലും അത് നമ്മുടെ കുടുംബത്തോട് ദൈവത്തോട് ചേർത്ത് വെച്ചാകുമ്പോൾ അത് പ്രിയപ്പെട്ടവരെ രക്ഷാകരമായിട്ട് മാറും.
അത് രക്ഷയുടെ ഇടപെടലായിട്ട് മാറും. ഞാൻ ഓർക്കുന്നത് പോട്ടയിലായിരിക്കുമ്പോഴാണ് ഒരു കുടുംബം ഞായറാഴ്ച അവിടെ വചനം കേൾക്കാൻ വരും. കുർബാനയുടെ സമയമാകുമ്പോൾ നിത്യാരാധന ചാപ്പലിൽ പോയിരിക്കും. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഈ കുടുംബനാഥൻ ഭാര്യയും അവർ ദൂരെ നിന്നാണ് വരുന്നത്. അവർക്കൊരു ബൈക്കാണ് ഉള്ളത്. ഈ ബൈക്കിനാണ് ഇവർ രണ്ടുപേരും വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ കുർബാനയുടെ സമയത്ത് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ ഒരു ആശീർവാദം കൊടുക്കും. ആ സമയത്ത് ഇവർ ഏറ്റവും പുറകെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാ ഞായറാഴ്ചയും ഞാൻ കാണും, പക്ഷേ കുർബാനയുടെ സമയത്ത് നിങ്ങൾ പുറത്തേക്ക് പോകും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ രാവിലെ 5:30 കുർബാന ഇടവപ്പള്ളിയിലുണ്ട്, അതിന് ഞങ്ങൾ പോകും. എന്നിട്ട് ഞങ്ങൾ മക്കൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് 8:30 ആവുമ്പോൾ ഇങ്ങോട്ട് പോരും, 9 മണിയാവുമ്പോൾ ഇങ്ങോട്ട് പോരും. ഞങ്ങൾക്ക് വചനം കേൾക്കണം. ഇവർ ശ്രദ്ധ, ഇവർ രണ്ടുപേരും ബൈബിൾ കൊണ്ടുവരും. അപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ബൈബിളിൽ കുറിച്ച് വയ്ക്കും. അങ്ങനെ അപ്പോൾ ഇവർ വളരെ ശ്രദ്ധയോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ജോലി, എന്താണ്? നിങ്ങൾ ഞായറാഴ്ചയാണല്ലോ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ മരം വെട്ടാണ്. അദ്ദേഹം മരം വെട്ടാൻ ജോലിക്ക് പോവുകയാണ്, മരം വെട്ടുകാരനാണ്. ഭാര്യയും ഒരു കൂപ്പിൽ ഇങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. രണ്ടുപേരും അധ്വാനിക്കുന്നവർ. മക്കൾ, ഒരാൾ പഠനം, ഒരാൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻട്രൻസിന് MBBS എൻട്രൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിന്നാണ് പറഞ്ഞത്. മറ്റൊരാൾ +1 മറ്റോ പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരം വെട്ടുകാരാണ്, അല്ലെങ്കിൽ അങ്ങേറ്റം കൂലിപ്പണി ചെയ്യുന്നവരാണ്. പക്ഷെ ഒരു ഞായറാഴ്ച അവർ ഇടവകപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നു, വചനം കേൾക്കാൻ പോട്ടയിൽ വരുന്നു. എന്നിട്ട് കുറേ സമയം നിത്യാരാധന ചാപ്പലിരിക്കുന്നു. എന്നിട്ട് അവർ തിരിച്ച് വീണ്ടും 10-60 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് പോകുന്നു. പിറ്റേ ദിവസം അവർ അതേ ജോലിക്ക് പോകുന്നു. എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് പേരെ ഞാൻ പോട്ടയിലും ഡിവൈനിലും കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു കുടുംബമാണത്. കാരണം അങ്ങേയറ്റം കഠിനാധ്വാനമുള്ള ഒരു ജോലി. സാധാരണ നമുക്ക് പറയുന്നൊരു കാര്യമാണല്ലോ, അല്ലേ? ചിലർ പറയും, ചില സ്ഥലത്തൊക്കെ ചിലർ പറയും, തിങ്കളാഴ്ച ഓഫാണച്ചാ, ഞായറാഴ്ച അടിച്ചതിൻ്റെ കെട്ട് തിങ്കളാഴ്ച ഇറങ്ങുള്ളൂ, പിന്നെ ചൊവ്വാഴ്ചയെ പണിക്ക് വരുള്ളൂ. അങ്ങനെയുണ്ട്. ചില സ്ഥലത്ത് തിങ്കളാഴ്ച ആളെ കിട്ടിയല്ല, തിങ്കളാഴ്ച പണിക്ക് ആളെ കിട്ടിയല്ല, തിങ്കളാഴ്ച ഓഫാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുടുംബം 6 ദിവസം അധ്വാനിക്കുന്നുണ്ട്. അത് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ എങ്കിലും ഓഫീസിലോ എവിടെയെങ്കിലും ഇരുന്ന് അധ്വാനിക്കുക എന്നതല്ല. അങ്ങേറ്റം കായികക്ഷമത ഒരുപാട് വേണ്ടൊരു ജോലി. എന്നിട്ട് വളരെ കൃത്യമായ കാര്യം, ഇവർ വളരെ വളരെ കൃത്യതയോടെ വരുന്നു, ഇവർ പ്രാർത്ഥിക്കാൻ വരുന്നു. നമ്മളൊരിക്കലും, സത്യം പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ മനുഷ്യരെയൊക്കെ, ജോലിയൊക്കെ നമ്മൾ വിലയിരുത്തുന്നത്, ഒരാളുടെ സ്റ്റാറ്റസിനെയൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് ഈ വസ്ത്രം, അവർ ധരിച്ചിരിക്കുന്ന വരുന്ന കാറ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ. എത്ര കൃത്യതയോടെയാണ് ഇവർ പള്ളിയിൽ വരുന്നത്, ഇവരെത്ര കൃത്യതയോടെയാണ് ബൈബിളൊക്കെ തുറന്ന് വായിക്കുന്നു, അത് അടയാളപ്പെടുത്തുന്നു കൃത്യമായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, അധ്വാനിക്കുമ്പോഴും ആ അധ്വാനം ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് അത് രക്ഷാകരമാകുന്നത്, അല്ലേ? ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് വചനം പറയുന്നു. 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. എന്നിട്ട് എന്താണ്? അങ്ങനെ 7-ാം ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. എൻ്റെ 6 ദിവസത്തെ അധ്വാനം അനുഗ്രഹമായിട്ട് മാറുന്നത് ഞാൻ ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്. അപ്പോൾ വിശുദ്ധ ജോസഫ് എന്താ ചെയ്തത്? അധ്വാനിച്ചു എന്നത് മാത്രമല്ല, ആ അധ്വാനത്തെ ദൈവം കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു, ദൈവത്തോട് ചേർത്ത് വെച്ചു. എത്ര ചെറിയ ജോലിയാണ്, വരുമാന മാർഗമാണെങ്കിലും
ദൈവത്തോട് നമ്മൾ അതിനെ ചേർത്ത് വയ്ക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജോസഫിനെ ദൈവം ഏൽപ്പിച്ച ജോലി ഒരു തച്ചൻ്റെ ജോലിയാണ്. എന്ന് വെച്ചാൽ എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. ഇത് മനസ്സിലാക്കണം. ഇതെന്നും സഭ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. ചിലപ്പോൾ പ്രധാനപ്പെട്ടവരെന്ന് ചിന്തിക്കുന്നവരല്ല നമുക്ക് ഏറ്റവും വലിയ നന്മയാകുന്നത്. ഉദാഹരണം ഞാൻ പറയാം. കോയമ്പത്തൂർ ധ്യാനകേന്ദ്രം, ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഗേറ്റ് കടന്ന് NH വരെയുള്ള വഴി ടാർട്ട് റോഡാണ്. ഒരു 100 മീറ്റർ അത് ഡിവൈൻ റോഡെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ 2 ദിവസം അവിടെ എല്ലാ ദിവസവും രാവിലെ 6:30-7 മണിയാകുമ്പോൾ കോർപ്പറേഷൻ്റെ വണ്ടി വന്ന് ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകും. ആർക്കും അവിടെ ഇടാം. വേസ്റ്റ് എടുക്കാൻ ഒരു ചെറിയ എമൗണ്ട് അവിടുത്തെ ആ വില്ലയിൽ നിന്ന്, നമ്മുടെ ധ്യാനകേന്ദ്രം ഉൾപ്പെടെ എല്ലായിടത്തു നിന്നും അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ദിവസം ഞാൻ അതിലും വഴി രാവിലെ എവിടെയോ പോയിട്ട് വരുമ്പോൾ 8 മണിയായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാത്തതിൻ്റെ ഒരു ദുർഗന്ധം ധ്യാനകേന്ദ്രത്തിലേക്കൊന്നും എത്തിയല്ല, എങ്കിലും നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ അത് അടിക്കുന്നുണ്ട്. ഉടനെ ഞാൻ പെട്ടെന്ന് ഞാൻ ആ വഴിക്ക് പോരുമ്പോൾ തന്നെ സെക്ഷനിലെ കൗൺസിലർ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് വേസ്റ്റ് 2 ദിവസമായിട്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ അവർക്ക് ലീവാണ്, അവർക്ക് ഇങ്ങനെ ഒരു ഉത്സവമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ആ ഉത്സവത്തിന് അവിടുത്തെ കളക്ടർ ഒരാഴ്ചയായിട്ട് ലീവായിരുന്നു. ആ ഉത്സവത്തിന് അവിടുത്തെ പോലീസ് ഓഫീസേഴ്സും ലീവായിരുന്നു. പക്ഷേ അവിടെ ആ വേസ്റ്റ് എടുക്കാൻ വന്ന 2 വ്യക്തികൾ ലീവായപ്പോൾ അതാ സമൂഹത്തെ മുഴുവനും അഫക്റ്റ് ചെയ്തു. കളക്ടർ ലീവായപ്പോഴോ കമ്മീഷണർ ലീവായപ്പോഴോ ആരും അറിഞ്ഞില്ല. പക്ഷെ ഇവർ ലീവായപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ സെൻസ് ചെയ്തത്, നമുക്ക് ദുസ്സഹമായി മാറുന്നത്. കഴിഞ്ഞ 363 ദിവസം അവർ ചെയ്തത് നമ്മൾ ഗവനിച്ചിട്ടില്ല. 2 ദിവസം അവരില്ലാതിരുന്നത് നമുക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് എന്തോരമാണ്. നമ്മളൊരു കാര്യം ഓർക്കുക, ഒരു വേലയെയും ഒരു തൊഴിലിനെയും നിസ്സാരവൽക്കരിക്കരുത്. ഒരു തൊഴിലിനെയും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഒരു കൃഷിക്കാരൻ ചേറിൽ അവൻ്റെ കൈയും കാലും ചവിട്ടുമ്പോഴാണ് നമ്മൾ ഭക്ഷണത്തിൽ നമ്മുടെ കൈവയ്ക്കുന്നത്. അതാണ് ദൈവപുത്രൻ വളരാൻ ദൈവം തിരഞ്ഞെടുത്തത് ഒരു തച്ചൻ്റെ ഒരു കുടുംബമായിരുന്നു. ഒരാശാരിപ്പണിക്കാരൻ്റെ അധ്വാനത്തെയാണ് ദൈവം കണ്ടത്. എന്ന് വെച്ചാൽ അതിലൂടെയാണ് ദൈവം രക്ഷാകര ചരിത്രം പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ അധ്വാനത്തെ മനസ്സിലാക്കേണ്ടത് അതൊരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അതൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന. അവിടെയാണ് നമ്മൾ ഇന്ന് ഗൗരവത്തോടെ കാണേണ്ടത്. ഇന്ന് നമ്മൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഇന്ന് കാർഷിക മേഖല തകർന്നു കിടക്കുന്നു. ഇന്ന് നമുക്ക് വ്യവസായം മതി, അല്ലെങ്കിൽ അങ്ങനെ മതിയെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, രാപകലില്ലാതെ തണുപ്പും വെയിലും വകവയ്ക്കാതെ കർഷകർ സമരം ചെയ്യുമ്പോൾ, അത് എല്ലാവരും തമസ്കരിക്കുമ്പോൾ മനസ്സിലാകേണ്ട കാര്യമുണ്ട്, അവരിലൂടെയാണ് ഈ രാജ്യം, നമ്മൾ സുരക്ഷിതരായിട്ട് മാറുന്നത്. അവരിലൂടെയാണ് നമ്മൾ എന്നും പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിച്ചു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നവരെ പോലും ചേർത്ത് പിടിക്കാൻ പഠിപ്പിക്കുകയാണ് സുവിശേഷം എന്നത്. ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നവർക്ക് പോലും അതിൻ്റെ മാന്യത, നമുക്കുണ്ടായേക്കുന്നൊരു സംസ്കാരം എന്നത് ജോലിയുടെ അടിസ്ഥാനത്തിൽ, വരുമാന മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ വേർതിരിക്കുന്നൊരു അപകടം, ഒരു കൾച്ചർ നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു കൾച്ചറാണത്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ, ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മളുടെയൊക്കെ അടുത്ത് വരുന്ന, ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ നമ്മളൊക്കെ ഒരു പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ, ഒരു ധ്യാനം കഴിയുമ്പോൾ നമ്മളോടൊക്കെ പരിചയപ്പെടാൻ വരുന്നത് ആരായിരിക്കും? നമ്മളൊക്കെ പരിചയപ്പെടാൻ വരുന്നത് അവിടുത്തെ ബിസിനസ്സുകാർ, അവിടുത്തെ ജോലിക്കാർ, അവിടെ സമ്പന്നർ, അവിടെ കുടുംബ പാരമ്പര്യമുള്ളവർ. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചിത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചിത്രം അവർക്ക് വിദ്യാഭ്യാസമുള്ളവർ,
അങ്ങനെയല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജോസഫൊക്കെ വല്ലാതെ മാറ്റി നിർത്തപ്പെട്ടു പോയാനെ. രക്ഷാകര ചരിത്രത്തിൽ ഈ ജോസഫിനെ എടുത്ത് ദൈവം നെറുകയിൽ വയ്ക്കുമ്പോൾ ജോസഫ് എന്ന തച്ചനെ, ആ തച്ചൻ്റെ ജോലി, അവിടെ ഫരിസേയനുണ്ട്, അവിടെ നിയമജ്ഞനുണ്ട്, അവിടെ സദുക്കായരുണ്ട്, ചുങ്കം പിരിക്കുന്നവരുണ്ട്. എന്നാൽ തച്ചൻ്റെ വേർപ്പ് മണമുള്ള ചോറുണ്ണാനാണ് ദൈവം തൻ്റെ ഏകപുത്രനെ നിർത്തുന്നത് എന്നത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സഭയും നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. എല്ലാ ജോലിയും നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അത് ദൈവിക പദ്ധതിയോടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടും ചേർത്ത് വെച്ച് അത് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ തലമുറയിൽ രക്ഷാകരമാകും. ഞാൻ ഒരു പക്ഷേ ഒരു തൊഴിലുറപ്പിന് പോകുന്ന വ്യക്തിയാകാം, ഞാനൊരു പക്ഷേ ഒരു പാടത്ത് പണി ചെയ്യുന്ന വ്യക്തിയാകാം, ഞാനൊരു പക്ഷേ ഒരു റോഡ് ക്ലീൻ ചെയ്യുന്ന വ്യക്തിയാകാം, ഞാനൊരു പക്ഷേ ഒരു കെട്ടിടം പണിയുന്ന വ്യക്തിയാകാം, ഞാനൊരു പക്ഷേ ഒരു പെയിൻറ്റ് ചെയ്യുന്ന വ്യക്തിയാകാം. എല്ലാ തൊഴിലും അതിന് മാന്യതയുണ്ട്. എല്ലാ തൊഴിലും അതിന് മാന്യതയുണ്ട്. ആ തൊഴിൽ അത് ചെയ്യുന്ന വ്യക്തിയുടേതല്ല, ആ തൊഴിലിന് അതിനാൽ തന്നെ ഒരു മാന്യതയുണ്ട്. അപ്പോൾ ചെയ്യുന്ന വ്യക്തിയും ആ മാന്യത പുലർത്തുമ്പോൾ ആ വ്യക്തിയെ ദൈവത്തോട് ചേർത്ത് വെച്ച് ആ തൊഴിലിനെ, ആ വരുമാന മാർഗത്തെ കാണാൻ തുടങ്ങുമ്പോഴാണ് അത് കുടുംബത്തിൽ രക്ഷാകരമാകുന്നത്. അപ്പോൾ ഇന്ന് അനേകം കുടുംബങ്ങളിൽ പിശാച് കയറുന്ന ഒരു വഴിയാണ് നമ്മുടെ വരുമാന മാർഗം. കാരണം നമ്മൾ വരുമാനത്തിനനുസരിച്ചല്ല ചെലവ് ചെയ്യുന്നത്. ദൂർത്ത് നമ്മുടെ കയ്യിൽ ഒരു രൂപയുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഓർക്കുക, ഈ ഒരു രൂപ എനിക്ക് ആര് തന്നതാ? ഈ ഒരു രൂപ എനിക്ക് ദൈവം തന്നതാ. ഇത് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വരുമാന മാർഗം, എൻ്റെ സമ്പത്ത്, അതിനനുസരിച്ച് ഞാൻ ചെലവ് ചെയ്യുക. എൻ്റെ സമ്പത്തിനനുസരിച്ച് ഞാൻ ചെലവ് ചെയ്യുക. എൻ്റെ സമ്പത്തിനനുസരിച്ച് ഞാൻ എൻ്റെ കുടുംബത്തെ ക്രമീകരിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഔസപിതാവിന് വേണമെങ്കിൽ ഒരാട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കാം. ഔസപിതാവ് തിരഞ്ഞെടുത്തത് പ്രാവിനെയോ ചെങ്ങാലിയെയോ ആണ്. എന്ന് വെച്ചാൽ തൻ്റെ കൊക്കിനൊതുങ്ങുന്നത് വച്ച് താൻ ബലിയർപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ വരവിനനുസരിച്ചല്ല നമ്മൾ ചെലവ് ചെയ്യുന്നത്. നമ്മുടെ വരവ്, നമ്മുടെ വരുമാന മാർഗം, നമ്മുടെ എക്സ്പെൻസ്, ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു അവർ ഇൻകം. നമ്മുടെ ഇൻകത്തിനനുസരിച്ചല്ല നമ്മുടെ എക്സ്പെൻസ് നടക്കുന്നത്. നമ്മൾ ഇതിനോട് എത്ര വിശ്വസ്തത പുലർത്തുന്നു. ഒരിക്കൽ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പോപ്പുലേഷൻ ധ്യാനത്തിൽ താമസിച്ച ഒരു വീടാണ്. അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല സാമ്പത്തിക അവസ്ഥയുണ്ട്. അപ്പോൾ അവിടുത്തെ മകൾ എന്നോട് പറഞ്ഞു, ഫാദർ, അതെ, ഒരു പ്രശ്നമുണ്ട് ഫാദർ, എനിക്ക് ഭയങ്കര ഷെയിമാണ്. ഞാൻ ചോദിച്ചു, എന്താ ഷെയിം? എനിക്ക് 1100 രൂപയുടെ മൊബൈലാണ്. അത് മാത്രമല്ല ഫാദർ, ഞാൻ ഈ ബസ് കയറിയാണ് കോളേജിൽ പോകുന്നത്. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ പ്രശ്നം എന്താ? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അത് ഉപയോഗിക്കുന്നതുകൊണ്ടല്ല പ്രശ്നം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ചേട്ടൻ്റെ മകളും പഠിക്കുന്നത് ഞാൻ പഠിക്കുന്ന കോളേജിലാണ്. അവൾ ഉപയോഗിക്കുന്നത് 16,000 രൂപയുടെ മൊബൈൽ, അവൾ വരുന്നത് ആക്റ്റീവയിൽ. എന്നാൽ കടയുടെ ഓണറുടെ മകൾ ഉപയോഗിക്കുന്നത് 1200 രൂപയുടെ മൊബൈൽ, കടയുടെ ഓണറുടെ മകൾ വരുന്നത് ബസ്സിന്. ഇതെങ്ങനെയാണ് ഫാദർ ശരിയാവുന്നത്? എൻ്റെ അപ്പൻ ഈ സ്വത്ത് മുഴുവൻ എൻ്റെതല്ലേ? ഫാദർ അപ്പനോടൊന്ന് പറ. അപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞത്, ഫാദർ, സ്വത്ത് കാണും, പക്ഷേ അവൾക്ക് ബസ്സിന് പോയി ആ ത്യാഗം അനുഭവിച്ച് പഠിക്കണം. അവൾക്ക് ലാപ്ടോപ്പുണ്ട് കോളേജിലെ കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ അവൾക്ക് അത്യാവശ്യം ഞങ്ങൾ വിളിക്കാൻ ഈ 1100 രൂപയുടെ മൊബൈൽ മതി. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ അപ്പം പറഞ്ഞു, ശരിയാണച്ചാ, ഞാനൊരു പിശുക്കനായിട്ട് തോന്നും, പക്ഷേ എൻ്റെ കയ്യിൽ 1 രൂപയുള്ളത് അത് ദൈവം തന്നതാ. എൻ്റെ കയ്യിലെ 1 രൂപ ദൈവം തന്നതാ.
എൻ്റെ കയ്യിൽ ഈ സമ്പത്ത് ദൈവം തന്നതാണ്. പ്രിയപ്പെട്ടവരെ, ജോസഫ് നമ്മളോട് പറയുന്നതും പഠിപ്പിക്കുന്നതുമായ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളെങ്ങനെ നമ്മുടെ സാമ്പത്തിക മേഖലയെ ക്രമീകരിക്കുന്നു. നമ്മൾ എങ്ങനെ സാമ്പത്തിക മേഖലയെ ക്രമീകരിക്കുന്നു? നമുക്കറിയാം, ജോബിനെ പിശാച് അറ്റാക്ക് ചെയ്യുമ്പോൾ ജോബിൻ്റെ സാമ്പത്തിക മേഖലയിൽ പിശാച് കൈവയ്ക്കുന്നുണ്ട്. കാരണം ഒരു കുടുംബത്തിൻ്റെ നന്മയും രക്ഷയുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴി ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ഒന്ന്, അതിനെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുക. രണ്ട്, പ്രിയപ്പെട്ടവരെ, ആ ജോലിക്ക് ദൈവം നൽകിയിരിക്കുന്നൊരു വിലയും മാന്യതയുമുണ്ട്. ഞാൻ വിശ്വസ്തനായിരിക്കുക ആ ജോലിയിൽ, ഞാൻ വിശ്വസ്തനായിരിക്കുക ദൈവം എന്നെ ഏൽപ്പിച്ച ജോലിയിൽ. ജോസഫ് വിശ്വസ്തനായിരുന്നു. ജോസഫ് വിശ്വസ്തനായതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു യഹൂദ കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെ ജോലി മകനെ പഠിപ്പിക്കുക. അത് യേശുവിനെ ഔസേപ്പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജോസഫ് തൻ്റെ ജോലിയോട് വിശ്വസ്തനായിരുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വിശ്വസ്തത കാണിക്കുക. ഞാൻ എന്ത് ജോലി ചെയ്താലും അതിനോട് വിശ്വസ്തത കാണിക്കുക. എനിക്ക് ആ ജോലി ചെയ്ത് എനിക്ക് അനുവദനീയമല്ലാത്തൊരു പണം ഞാൻ സമ്പാദിക്കരുത്. എനിക്ക് ആ ജോലിയുടെ കൂലി എനിക്ക് കിട്ടണം. എനിക്ക് അതിനനുവദനീയമല്ലാത്ത ഒരു വരുമാനം എനിക്ക് വേണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ അധികാരസ്ഥാനങ്ങളുള്ളവർ, രാഷ്ട്രീയ സർക്കാർ അധികാരസ്ഥാനങ്ങളുള്ളവർ, സർക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഒരു വലിയ കോർപ്പറേറ്റ് മാനേജർ കമ്പനികളിലൂടെയല്ല, കോർപ്പറേറ്റ് കമ്പനികളിലൂടെയും രാജാക്കന്മാരിലൂടെയും അല്ല ഈ രാജ്യത്തിൻ്റെ നട്ടിൽ ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നവർക്കും അവൻ കൊടുക്കുന്ന ടാക്സിനും, അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നൻ കൊടുക്കുന്ന ടാക്സിനും ഒരേ മൂല്യമാണ് ഈ രാജ്യം കൽപ്പിച്ച് നൽകുന്നത്. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവൻ കൊടുക്കുന്ന ഏറ്റവും ചെറിയ ടാക്സും, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും സമ്പന്നൻ കൊടുക്കുന്ന ടാക്സും അതിന് ഒരേ മൂല്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് രാജ്യവും സഭയും എപ്പോഴും എല്ലാ തൊഴിലിനും എല്ലാ ജോലിക്കും ഒരേ വില കൊടുക്കുന്നവരാവുക, ഒരേ വില കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വരുമാന മാർഗത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അതിനോട് വിശ്വസ്തത കാണിക്കുകയും ചെയ്യുക. രണ്ട്, നമ്മുടെ വരവിനനുസരിച്ച് ചെലവ് ചെയ്യുക. അപ്പോഴാണ് അത് രക്ഷാകരമാകുന്നത്. ദൈവം അനുവദിക്കാത്ത സന്തോഷങ്ങൾക്ക് വേണ്ടി എൻ്റെ സമ്പത്ത് ഞാൻ ചെലവഴിക്കരുത്. ദൈവത്തെ വെറുപ്പിക്കുന്ന, ദൈവത്തിന് വേദനയാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിലെ സമ്പത്ത് ഞാൻ ചെലവഴിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സാമ്പത്തിക മേഖലയെ വിശുദ്ധീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് വരുമാന മാർഗമില്ലാതെ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവരെല്ലാം നമുക്ക് ഈ ആരാധന വഴി, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കരങ്ങളിൽ വിശുദ്ധ ഔസേപ്പിതാവ് വഴി നമുക്ക് സമർപ്പിക്കാം. എല്ലാ തൊഴിലാളികളെയും, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ, അവരെല്ലാം നമുക്ക് ഈ ആരാധനയിൽ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദിനുമന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ വളർത്തുപിതാവിൻ്റെ പിന്നാലെ എന്ന ഈ ശുശ്രൂഷയിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഇന്നൊരുപാട് കുടുംബങ്ങൾ അസ്വസ്ഥപ്പെടുന്നത് തൊഴിൽ വരുമാന മാർഗങ്ങളെ ഓർത്താണ്. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വചനം ഈശോ പഠിപ്പിച്ചു, എന്നെ കൂടാതെ ഒന്നും സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ സുന്ദരമായ ഒരു സംഭവമുണ്ട്. 21 അധ്യായത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ഭയപ്പെട്ട് കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാര്. അപ്പോൾ ഇതാ ചിലർ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ബാക്കിയുള്ളവർ പറഞ്ഞു, ഞങ്ങളും പോകുന്നു. പ്രിയപ്പെട്ടവരെ, അവർ മീൻ പിടിക്കാൻ പോയി. അടുത്ത വചനം, ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കടലിൽ എപ്പോൾ എവിടെ മീനുണ്ട് എന്ന് അറിയാവുന്ന മുക്കുവർ കുലത്തൊഴിലായിട്ട് മത്സ്യബന്ധനം തൊഴിലാക്കിയവർ, കടലിൻ്റെ ഗതിവിഗതികൾ അനുസരിച്ച് മത്സ്യബന്ധനം അറിയാവുന്നവർ. എന്നാൽ വചനം പറയുന്നു, ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഒരുപാട് കുടുംബങ്ങളുടെ പ്രശ്നം അധ്വാനിക്കാത്തതിൻ്റെ പ്രശ്നമല്ല, ജോലി ചെയ്യാത്തതിൻ്റെ പ്രശ്നമല്ല. ഒരു വീട്ടിൽ 2-3 പേർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കുടുംബം ഉയരുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നിടങ്ങളിൽ കുടുംബം എത്തുന്നില്ല. അധ്വാനിക്കാത്തതിൻ്റെ പ്രശ്നം ഇന്ന് കുടുംബങ്ങളിൽ കുറവാണ്. പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നം ഇതാണ്. യേശു ചോദിച്ചു,
നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? അവർ പറഞ്ഞു, കിട്ടിയില്ല. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് നിങ്ങൾ വലയിട്. എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാതിരുന്നത്? കാരണം 3 വർഷം മുമ്പ് ഇവരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ മുതൽ മീൻ പിടിക്കുന്നവരല്ല, മനുഷ്യരെ പിടിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിലെ എൻ്റെ അധ്വാനം അനുഗ്രഹമാകൂ. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലെ എൻ്റെ അധ്വാനം അനുഗ്രഹമായും രക്ഷയായും എനിക്ക് അനുഭവിക്കാൻ പറ്റൂ. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കീഴിലെ എൻ്റെ ശ്രമങ്ങൾ രക്ഷാകരമാകൂ. ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിലല്ലായിരുന്നു ആ രാത്രിയിലെ മീൻപിടുത്തം. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. എന്നാൽ ജീവിതത്തിൻ്റെ ചില മുഹൂർത്തങ്ങളിൽ, ജീവിതത്തിൻ്റെ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ അവരൊരു തെറ്റായ തീരുമാനമെടുത്തു. എന്താണ്? മീൻ പിടിക്കാൻ പോകാം. ദൈവം അവരെ വിളിച്ചത് മനുഷ്യരെ പിടിക്കുന്നവരാകാനാ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ വലയിട്ട് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. ആ വ്യക്തിയാണ് കുറച്ച് നാൾ മുമ്പ് വെറുതെ യേശു പറയുന്നത് കേട്ടൊരു ചൂണ്ടയിട്ടപ്പോൾ മീൻ മാത്രമല്ല, ആ മീനിൻ്റെ വായ്ക്കകത്ത് നാണയം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അധ്വാനിക്കാൻ അറിയാൻ പാടില്ലാത്തതല്ല പ്രശ്നം, മറിച്ച് ദൈവിക പദ്ധതിയുടെ കീഴിലെ ഏതധ്വാനവും അനുഗ്രഹം പ്രാപിക്കൂ. യേശു പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്. ആ ചൂണ്ടയിടുമ്പോൾ കിട്ടുന്ന മീൻ അതിൻ്റെ വാ തുറന്ന് ആ നാണയമെടുത്ത് എനിക്കും നിനക്കും വേണ്ടി നികുതി അടയ്ക്കുക. പത്രോസ് പോയി ചൂണ്ടയിട്ടു. ചൂണ്ട ഇട്ടത് മീൻ ഉള്ള സ്ഥലത്ത് പോലും ആയിരുന്നില്ല. വെറുതെ കൊണ്ടുപോയി വെള്ളത്തിൽ ചൂണ്ടയിട്ടു. മീൻ വന്നു കൊത്തി. അതിൻ്റെ വായിൽ നാണയമുണ്ടായിരുന്നു. എന്താണ് ഈശോ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കീഴിൽ, ദൈവഹിതത്തിൻ്റെ കീഴിൽ നമ്മുടെ അധ്വാനത്തെ നിർത്തുമ്പോഴേ അധ്വാനം അനുഗ്രഹമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. അതിനാൽ ഈ നിമിഷം നമ്മുടെ വരുമാന മാർഗത്തെ, ജോലി മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിച്ച ആ വചനം ഒരപ്പൻ്റെ കീഴിൽ തച്ചനായ ഒരപ്പൻ്റെ കീഴിൽ വളർന്ന ഈശോ, ഒരു മരപ്പണി എന്ന ജോലി ചെയ്തിരുന്ന ഈശോ പഠിപ്പിച്ച വചനമിതാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്കറിയാം, ഒരാൾ അധ്വാനിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം കിട്ടുന്നത് എപ്പോഴാണ്? ആശ്വാസം കിട്ടുന്നത് അധ്വാനം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോഴല്ല. എൻ്റെ അധ്വാനത്തിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുമ്പോഴാണ് അധ്വാനം ആശ്വാസമാകുന്നത്. അല്ലാതെ അധ്വാനിച്ചു അത് കഴിഞ്ഞ് ഞാൻ പോയി AC മുറിയിരിക്കുന്നു, അതല്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന വചനത്തിൻ്റെ അർത്ഥം അതല്ല. എൻ്റെ അധ്വാനം അത് ഫലം ചൂടുമ്പോഴാണ് എനിക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. എൻ്റെ ഓട്ടം ഫലം കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. ഞാൻ ഭാരം വഹിക്കുന്നത് ഫലം കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. അതാണ് ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക എന്ന് വെച്ചാൽ, നിൻ്റെ അധ്വാനവും നിൻ്റെ ഭാരവും എന്നോട് ചേർത്ത് വെച്ചാൽ മാത്രമേ ആ അധ്വാനം നിൻ്റെ കുടുംബത്തിന് ആശ്വാസമായിട്ട് അനുഭവിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് ഈശോ കൃത്യമായിട്ട് പറയുന്നു. ഈ നിമിഷം നമ്മുടെ അധ്വാന മേഖലകളിൽ ദൈവകൃപ ഇറങ്ങാൻ വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് വരുമാന മാർഗത്തിൽ, ഒരുപാട് പേര് തൊഴിൽ മേഖലയിൽ, ഒരുപാട് പേര് ജോലി മേഖലയിൽ അസ്വസ്ഥ അനുഭവിക്കുന്നുണ്ട്. ഓഫീസ് മേഖലകളിൽ അസ്വസ്ഥ അനുഭവിക്കുന്നവർ, എൻ്റെ ജോലി മേഖലകളിൽ അസ്വസ്ഥ അനുഭവിക്കുന്നവർ, ബിസിനസ്സിൽ വലിയ കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവർ, വിദേശത്ത് എന്നിട്ടും ഒരു ജോലി ഇതുവരെയും ശരിയാകാത്തവർ, ഒരുപാട് നാളായി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, യേശുവേ, അവരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഇതാ ദൈവകരത്തിൻ്റെ കീഴിൽ ഞങ്ങൾ നിർത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖല, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജോലി മേഖല, ഇതെല്ലാം ദൈവകരത്തിൻ്റെ കീഴിൽ നിർത്തി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ. അധ്വാനിക്കുന്നവർക്കും ഭാരം
ചുമക്കുന്നോർക്കും അത്താണിയായുള്ളോരേ കർത്താവേ യേശുനാഥ, അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും അത്താണിയായുള്ളോരേ കർത്താവേ യേശുനാഥ. ആശ്രയം തേടിയെന്നും ശാശ്വത രക്ഷകൊള്ള ഭവ്യസംഗീതം നിന്റെ ദിവ്യമം സ്നേഹമല്ലോ. ആശ്രയം തേടിയെന്നും ശാശ്വത രക്ഷകൊള്ളാം ദിവ്യസങ്കേതം നിന്റെ ദിവ്യമാം സ്നേഹമല്ലോ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും അത്താണിയായുള്ളോരേ കർത്താവേ യേശുനാഥ, അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും അത്താണിയായുള്ളോരേ കർത്താവേ യേശുനാഥ, കർത്താവേ യേശുനാഥ. ഒരു നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബനാഥ, ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ എല്ലാ സുരക്ഷിതത്വവും, നമ്മുടെ വീടിൻ്റെ എല്ലാ നന്മകളും, നമ്മുടെ നാടിൻ്റെ നന്മകളൊക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ പരിത്യജിച്ചുകൊണ്ട് ദൂരദേശങ്ങളിൽ പല നാടുകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും, എല്ലാ പ്രവാസികളെയും യേശുവേ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അവരുടെ അധ്വാനമാണ്, അവരുടെ ത്യാഗമാണ്, അവരുടെ വേർപ്പാണ് ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും നന്മയും നൽകുന്നത്. യേശുവേ, എല്ലാ തൊഴിലാളികളെയും, ഞങ്ങളുടെ കുടുംബത്തിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ നിമിഷം ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, എല്ലാ ജോലിക്കും മാന്യതയുണ്ടെന്ന് പിതാവായ ദൈവം നിന്നെ വളർത്താൻ തെരഞ്ഞെടുത്തത് ഒരു തച്ചനെയായിരുന്നു. എല്ലാ ജോലിക്കും മാന്യതയുണ്ടെന്ന്, എല്ലാവരും കുടുംബത്തിൻ്റെ, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്ന് യേശുവേ ഞങ്ങൾ തിരിച്ചറിയുന്നു. എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യത. ഒരുപക്ഷെ ഏറ്റവും നിസ്സാരമെന്ന് ഞങ്ങൾ കരുതുന്നവരാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങളറിയാത്ത, ഒരുപക്ഷെ ആരോരും അറിയാത്ത ഒരാളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. കർത്താവേ, എല്ലായിടങ്ങളിലും ജോലി ചെയ്യുന്നവരെ, പ്രത്യേകിച്ച് കാർഷിക മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാർഷിക മേഖലയിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാർഷിക മേഖലയിൽ ലഭിക്കേണ്ട വരുമാനം ലഭിക്കാത്തത് മൂലം അസ്വസ്ഥതയും ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും സമരമുഖങ്ങളിലും ചെലവഴിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. തൊഴിൽ മേഖലയിൽ അനീതി നേരിടുന്നവരെ, തൊഴിൽ മേഖലയിൽ ലഭിക്കേണ്ട ഉയർച്ചയും ലഭിക്കേണ്ട വരുമാനവും ലഭിക്കാത്തവരെ, യേശുവേ, മാസങ്ങൾ ജോലി ചെയ്തിട്ടും ഇപ്പോഴും ശമ്പളം കിട്ടാത്തവരെ, യേശുവേ, അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് പിരിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് പെൻഷൻ അനുവദിച്ചു കിട്ടാത്തവരെ ഈശോയെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു.
തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നു. യേശുവേ, ഞങ്ങളുടെ കീഴെ ജോലി ചെയ്യുന്നവരോട്, ഞങ്ങളുടെ മുകളിൽ ജോലി ചെയ്യുന്നവരോട് ഉള്ള ഞങ്ങളുടെ തെറ്റായ മനോഭാവങ്ങളെ മാറ്റണേ. ഞങ്ങളുടെ കീഴെ ജോലി ചെയ്യുന്നവരോട് ഞങ്ങൾ കാണിക്കുന്ന തെറ്റായ മനോഭാവങ്ങളെ യേശുവേ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജോലി സ്ഥലങ്ങളെ, വരുമാന മാർഗങ്ങളെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളുടെ മേൽ, വരുമാന മാർഗങ്ങളുടെ മേൽ അനുഗ്രഹമായിട്ട് നീ മാറണമേ. ഒരു നിമിഷം നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും എപ്പോഴും പ്രവർത്തിക്കുന്നു. യോഹന്നാൻ 5:17. നമുക്ക് മനസ്സിലാക്കാം, അലസത അത് പിശാചിൻ്റെ പണിപ്പുരയാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, അതിനോട് ഞാൻ എങ്ങനെ വിശ്വസ്തത കാണിക്കുന്നു? എൻ്റെ തൊഴിൽ മേഖലയിൽ, എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ ബിസിനസ് മേഖലയിൽ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലയിൽ ഞാൻ എത്രത്തോളം കമ്മിറ്റഡാണ്, എത്രത്തോളം വിശ്വസ്തനാണ്? പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം തരുന്നതായിട്ട് എൻ്റെ ജോലിയെ, എൻ്റെ ശമ്പളത്തെ, എൻ്റെ വരുമാനത്തെ ദൈവം തരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ടോ? എൻ്റെ വരുമാനം എനിക്ക് കിട്ടുന്ന ശമ്പളം, എനിക്ക് കിട്ടുന്ന കൂലി, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക്, രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുടുംബനാഥനാണോ, ഒരു കുടുംബനാഥയാണോ? എൻ്റെ വരുമാന മാർഗം തിന്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ടോ? ഒരു കാര്യം ഓർക്കുക, ദൈവം വരുമാന മാർഗത്തെ ഒരു കാലഘട്ടത്തിൽ അനുഗ്രഹിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ജോസഫ് എന്ന ഒരു വ്യക്തി അധ്വാനിച്ചത് അത് ദൈവമാതാവിന് വേണ്ടിയാ, അത് ദൈവപുത്രന് വേണ്ടിയാ. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, ഞാൻ അധ്വാനിക്കുന്നു, അതെൻ്റെതല്ല, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഞാൻ കാണിക്കുന്ന ഔദാര്യമല്ല, എൻ്റെ ഉത്തരവാദിത്തമാണ് അധ്വാനിച്ച് എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തെ, എൻ്റെ മക്കളുടെ സൗകര്യത്തെ ഏറ്റവും നല്ല സൗകര്യമായി ക്രമപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ അധ്വാന മേഖല ദൈവത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കണം. നമ്മുടെ അധ്വാന മേഖല വിശുദ്ധിയോടെ നമ്മൾ അധ്വാന മേഖലയിൽ നിൽക്കണം. ഒരു നിമിഷം നമ്മുടെ വരുമാന മാർഗം, ജോലി മേഖല, ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുമ്പോൾ ഒരു പക്ഷേ കടബാധ്യതയുള്ള കുടുംബങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് അന്വേഷിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ജോലിയിൽ ഒരു ഉയർച്ച, ഒരു പ്രമോഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ജോലിയിൽ ഒരുപാട് നാളായിട്ടും ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഒരുപാട് അനീതിപരമായ പെരുമാറ്റം നേരിടുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രെസ്സുള്ള, ഒരുപാട് ടെൻഷനുള്ള ജോലി മേഖലയിൽ നിൽക്കുന്നവർ, ഒരു ദിവസം പോലും ജോലിയുടെ സ്ട്രെസ്സ്, ജോലിയുടെ ടാർഗറ്റ് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവർ, ജോലിയുടെ സ്ട്രെസ്സിൻ്റെ കീഴിൽ ജീവിതം അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് മക്കൾ ഈ ശുശ്രൂഷയിൽ നിൽപ്പുണ്ട്. ഈശോയെ, അവരെല്ലാം തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന സകല മക്കളെയും യേശുവേ, വിശുദ്ധ ഔസേപ്പിതാവെന്ന തൊഴിലാളികളുടെ മധ്യസ്ഥൻ യേശുവെ, ആ പിതാവിനോട് ചേർത്ത് ഞങ്ങൾ കുർബാനയിൽ സമർപ്പിച്ച് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. പ്രത്യേകിച്ച് സഭ വിശുദ്ധ ഔസേപ്പിതാവിനെ
തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് കരുതുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അധ്വാന മേഖല, വരുമാന മാർഗം, ജോലി മേഖല ഇത് സമർപ്പിക്കാം. ഒരുപാട് ചെറുപ്പക്കാർ പഠനം കഴിഞ്ഞ് പഠിച്ച മേഖലയിൽ ജോലി കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. ഒരുപാട് പേര് കുടുംബത്തെ ഒന്ന് കരപ്പറ്റിക്കാൻ ജോലി ലഭിക്കുവാനുള്ള പല എക്സാമുകളും എഴുതി അസ്വസ്ഥപ്പെട്ട് നിൽപ്പുണ്ട്. നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നവർ, IELTS OIT എക്സാം എഴുതുന്നവർ, വിദേശത്തേക്ക് പോകുവാനുള്ള ഓഫറിംഗ് ലെറ്റർ ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, ഇങ്ങനെ ജോലി മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന എല്ലാവരെയും, നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളെ യേശുവേ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ബിസിനസ് മാർഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ബിസിനസ് മേഖലയിൽ കൂടെ ജോലി ചെയ്യുന്നവരെ, ഞങ്ങളുടെ സ്റ്റാഫിനെ, തൊഴിലാളികളെ സമർപ്പിക്കുന്നു. യേശുവേ ഞങ്ങൾക്ക് ജോലി തരുന്ന ഉടമസ്ഥരെ, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ യേശുവേ സമർപ്പിക്കുന്നു. നമ്മുടെ വരുമാന മാർഗം, പ്രത്യേകിച്ച് ഒരു നിമിഷം കടബാധ്യതയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കടബാധ്യതയുള്ള എല്ലാ കുടുംബങ്ങളെയും, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും ഈശോയെ വിശുദ്ധ ഔസേപ്പിതാവ് വഴി ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അധ്വാനത്തിൻ്റെ വിലയും കഷ്ടപ്പാടും അറിഞ്ഞ കർത്താവെ, ഒരു സാധാരണ കുടുംബത്തിൽ വളർന്ന കർത്താവെ, നിനക്ക് മനസ്സിലാകും ഞങ്ങളുടെ കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥത, ഞങ്ങളുടെ കുടുംബങ്ങൾ ഒന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ എടുക്കുന്ന ത്യാഗം. യേശുവേ നിൻ്റെ വളർത്തുപിതാവിനോട് ചേർത്ത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം, ജോലി, സാമ്പത്തിക മേഖല, ഞങ്ങളുടെ കുടുംബത്തിലെ കടബാധ്യത എല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. നീ ആശീർവദിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിന്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.